ഈ അവരുടെ CCTV ഡിസ്പ്ലേയിൽ അത് കോഴിക്കോട് ഒന്നെന്നാണ് കാണിച്ചത്. പക്ഷെ തുറന്ന് പേരാമ്പ്രയാണെന്ന് അറിയുന്നത് പിന്നെയാണ്. അല്ല, ഡിസ്പ്ലേയിൽ കോഴിക്കോട് ഒന്നെന്നാണ് കാണിക്കുന്നത്. ഈ സ്ട്രോങ് റൂം എന്ന് പറയുന്നത് EVM സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ബാലറ്റ് പെട്ടികൾ സൂക്ഷിക്കുന്ന അതിൻ്റെ പെരിമീറ്ററിനകത്ത് വേറെ ഒന്നും വരാൻ പാടില്ല. ഒരു നമ്മൾ ലക്ഷ്മണരേഖ എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സാധനം വരയ്ക്കും. അതിനകത്തേക്ക് യഥാർത്ഥത്തിൽ വേറെ ഒരാളും ചെല്ലാൻ പാടില്ല. ഒരാൾക്ക് അവിടെ പോകേണ്ട കാര്യമില്ല. കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി ഈ വോട്ടിംഗ് മെഷീനിലും അതുപോലെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലും ഒരുപാട് അട്ടിമറികൾ നടക്കുന്നു എന്ന വിശ്വാസം ജനങ്ങൾക്കുണ്ട്. അത് EVM മുതൽ തന്നെയുണ്ട്. EVM തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാം എന്ന് ഉള്ളൊരവസ്ഥയുണ്ട്. ഇവിടെ ഇപ്പം എനിക്കറിയില്ല LDF എന്തുകൊണ്ട് അതിലൊന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ അത്ഭുതപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ LDF അഭിപ്രായം പറഞ്ഞില്ല. UDF മാത്രമാണ് ഇതുപോലെയുള്ള തൃപ്തികരമല്ലാത്ത മറുപടി പറഞ്ഞാൽ പോരാ. അയ്യോ ഞാൻ മറന്നുപോയി, അത് അവിടെ ആയിരുന്നില്ല, മറ്റേതാന്ന് അങ്ങനെയുള്ള മറുപടി പറഞ്ഞാൽ പോരാ. ആ ഉദ്യോഗസ്ഥക്കെതിരെ നടപടി എടുക്കുകയാണ് ആരായാലും. കാരണം അവർക്ക് നടപടി എടുക്കും, തെറ്റല്ലേ ചെയ്തവര്. ഇന്ന് ഉച്ചയോടുകൂടി കേരളത്തിലെ ചാനലുകളിലെ ഒരു ബ്രേക്കിംഗ് വാർത്തയായിരുന്നു. കോഴിക്കോട് JDTയിലെ സ്ട്രോങ് റൂം തുറന്നു. അതായത് പേരാമ്പ്ര മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീൻ സൂക്ഷിച്ച സ്ട്രോങ് റൂം തുറന്നു എന്നാണ് വാർത്ത വരുന്നത്. അവിടെ കോൺഗ്രസ് നേതാക്കന്മാരും UDF നേതാക്കന്മാരും ഓടിയെത്തുന്നു, വലിയ പ്രതിഷേധം ഉയർത്തുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അത്തരത്തിൽ വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ സ്ട്രോങ് റൂം തുറക്കാനുള്ള നീക്കമായിരുന്നു അവിടെ ഉണ്ടായത്? അല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ത് സംഭവിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് പേരാമ്പ്ര എന്ന് പറഞ്ഞപ്പോൾ കുറെ കൂടി ആളുകൾ ഒരു ഇതുണ്ട്. ഒരുപക്ഷെ ഇപ്പം മലപ്പുറം വേങ്ങനെയൊക്കെയാണ് ഈ ആളുകൾ അത്ര ടെൻഷൻ അടിക്കില്ല. ചെറിയ വ്യത്യാസം കൊണ്ട് പിടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കൊണ്ടോട്ടിയോ ഒക്കെ ആണെങ്കിൽ പേരാമ്പ്ര അർത്ഥത്തിൽ വലുതാണ്. പക്ഷെ അതിനേക്കാൾ പ്രധാനം എനിക്ക് തോന്നിയത് ഈ അവരുടെ CCTV ഡിസ്പ്ലേയിൽ അത് കോഴിക്കോട് ഒന്നെന്നാണ് കാണിച്ചത്. പക്ഷെ തുറന്ന് പേരാമ്പ്രയാണെന്ന് അറിയുന്നത് പിന്നെയാണ്. അല്ല, ഡിസ്പ്ലേയിൽ കോഴിക്കോട് ഒന്നെന്നാണ് കാണിക്കുന്നത്. ഞാൻ ആ ഡിസ്പ്ലേ കണ്ടു, ചാനലുകൾ കാണിക്കാൻ. അപ്പം അതിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നാണ് പ്രവീൺ കുമാർ പറയുന്നത്. DCC പ്രസിഡന്റും കൊയിലാണ്ടി സ്ഥാനാർത്ഥിയുമായ പ്രവീൺ പറയുന്നത് ഇവിടെ കാണിക്കുന്ന കോഴിക്കോടുന്ന് തുറന്നത് ഇതെല്ലാം ഒരു ഇതിലാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ അത് തന്നെ ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ സ്ട്രോങ് റൂം എന്ന് പറയുന്നത് EVM സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ബാലറ്റ് പെട്ടികൾ സൂക്ഷിക്കുന്ന അതിൻ്റെ പെരിമീറ്ററിനകത്ത് വേറെ ഒന്നും വരാൻ പാടില്ല. നമ്മൾ ലക്ഷ്മണരേഖ എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സാധനം വരയ്ക്കും. അതിനകത്തേക്ക് യഥാർത്ഥത്തിൽ വേറെ ഒരാളും ചെല്ലാൻ പാടില്ല. ഒരാൾക്ക് അവിടെ പോകേണ്ട കാര്യമില്ല. ഈ ഉണ്ടെങ്കിൽ തന്നെ മറ്റേ BSF അല്ലെങ്കിൽ സെക്യൂരിറ്റിക്കാർ മാത്രമേ പാടുള്ളൂ. അതും മലയാളികൾ വേണ്ട എന്ന് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. മലയാളികളായാലും സെക്യൂരിറ്റിക്കാർ വേണ്ട. ആ ഘട്ടത്തിലാണ് അവിടെ ഈ പേരാമ്പ്ര JDTയിലെ പേരാമ്പ്രയുടെ ഈ സ്ട്രോങ് റൂമിൻ്റെ ഒരു മുറി ഇവർ പറയുന്നത് സർവീസ് റൂം എന്നാണ്. പക്ഷെ പെരിമീറ്ററിനകത്ത് സർവീസ് റൂം വയ്ക്കാമോ എന്ന ചോദ്യമുണ്ട്. സർവീസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചില കണക്കുകളും പേപ്പറുകളും ഒക്കെ വെച്ചിട്ടുള്ള സ്ഥലമാണ് റൂം. അത് ആളുകൾക്ക് പോകാം, അതിന് കുഴപ്പമില്ല. അവിടെ മെഷീനിലില്ലല്ലോ. ഇപ്പോൾ ഇതിൻ്റെ വോട്ടെണ്ണം എത്രയാണ്, പോസ്റ്റൽ വോട്ടുകൾ എത്ര വന്നിട്ടുണ്ട്, കണക്കൊക്കെ കൂട്ടാനുള്ളതാണ് സർവീസ് റൂം ഇൻഫർമേഷൻ. പക്ഷേ സർവീസ് റൂം എങ്ങനെയാണ് ഇതിനകത്ത് വന്നത്? ഈ മറ്റേ റൂമിനകത്ത് എങ്ങനെയാണ് ഇതിൽ വന്നത്? അവിടെ ആരും പോയി നോക്കാനൊന്നും പോലുള്ള. ഇത്തവണ മാത്രമല്ല, കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി ഈ വോട്ടിംഗ് മെഷീനിലും അതുപോലുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലും ഒരുപാട് അട്ടിമറികൾ നടക്കുന്നു എന്ന വിശ്വാസം ജനങ്ങൾക്കുണ്ട്. അത് EVM മുതൽ തന്നെയുണ്ട്. EVM തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാം എന്ന് ഉള്ളൊരവസ്ഥയുണ്ട്. ഞാൻ ഇത് വ്യക്തിപരമായി പറയുന്നത്, ഞാൻ EVM ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആളാണ്. ഈ EVM അല്ല, പഞ്ചായത്ത് ഇലക്ഷൻ്റെ EVM. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനമായിരുന്നു, അതിൻ്റെ മെയിൻ്റനൻസ് ഉണ്ടായിരുന്നു, കെൽട്രോൺ. അപ്പോൾ അന്ന് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് എല്ലാ എഞ്ചിനീയർമാരൊക്കെ ആയിട്ട് നമ്മൾ സ്ഥിരം കാണുന്നതാണ്, വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിലുള്ളൊരു പ്രശ്നം, അതിൽ പലതരം മാനിപ്പുലേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാം നമുക്ക് ഇവിടെ സമയമില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം, അതിൽ EPROM എന്ന് പറയുന്നൊരു സാധനമുണ്ട്, എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഈ മെമ്മറിയാണ് ഇത് എന്ത് പ്രോഗ്രാം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഒരു പ്രോസസ്സർ ഉണ്ടെങ്കിൽ നമ്മളും ഇങ്ങനെയാണല്ലോ. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ലോഡ് ചെയ്താലല്ലേ വരുള്ളൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതാണ് കൊടുക്കുന്നത്. അപ്പം ഇതെന്താ ചെയ്യുന്നത്? ഇത് വളരെ സിമ്പിൾ കാര്യമാണ്. ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ 3 സ്ഥാനാർത്ഥിയുണ്ട്, കോൺഗ്രസ്, CPM, BJP. നിങ്ങൾ ഒന്നാമത്തേൽ പ്രസ് ചെയ്താൽ ഒന്നാമത്തെ കൗണ്ടറിൽ 1 കൂടും. ഒരു കൗണ്ടറാണിത്. നമ്മളെല്ലാത്തിനും കൗണ്ടറാണ്, നമുക്കറിയാം. എന്നിട്ട് ഒരു സാധനം പുറത്തേക്ക് വിടും, ഒരു കൈപ്പത്തിയുടെ പുറത്തേക്ക് വിടും. രണ്ടാമത്തേലായാൽ അരിവാൾ പുറത്തേക്ക് വിടും. രണ്ടാമത്തെ കൗണ്ടറിൽ 1, മൂന്നാമത്തേൽ 3. ഇത് ക്ലിയറാണ്. ഇത് അവസാനം വരുമ്പോൾ ഇപ്പം നമ്മൾ 300 വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 വോട്ടോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വോട്ട് അവസാനം വരാം. അവസാനം നോക്കുമ്പോൾ എത്ര വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കണക്ക് കിട്ടും. അത് നമ്മൾ ഫോം 17 അത് എഴുതി വെക്കും. എല്ലാവരും ഒപ്പിടും വേണം. പോളിംഗ് ഏജന്റുമാരെല്ലാം ഒപ്പിടണം. അങ്ങനെയാണ് ഫോം 17 കോപ്പി നമ്മുടെ കയ്യിലുണ്ട്, അവരുടെ കയ്യിലുണ്ട്. ഇതാണ് കണക്ക്.
അത് ഇനി എണ്ണാൻ പോകുമ്പോൾ ഫോം 17 നോക്കുക, ഈ 17 ഇതാ ഇതിവിടെ 542 വോട്ട് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ ഇതിൽ കളിക്കുന്ന ഒന്ന് എന്താ വെച്ചാൽ ഇപ്രോമിൽ മാറ്റം വരുത്തി കളിക്കുന്നതാണ് ഒരു വാദം. ഇതിൽ കുറെ ഇപ്രോമിന്റെ പ്രോഗ്രാമിൽ ചെറിയ മാറ്റം വരുത്തുക, അത് പ്രോഗ്രാം ചെയ്യുന്നത് വേറൊരു ഡിവൈസ് വെച്ചിട്ടാണ്. ആ ഇത് ചെറിയ മാറ്റം വരുത്തുക. മാറ്റം വളരെ സിമ്പിളാണ്. ഇപ്പോൾ ആദ്യത്തെ 10 വോട്ട് 1 പോയാൽ 1ലേക്ക് പോകും, 2 പോയാൽ 2ലേക്ക് പോകും, 3 പോയാൽ 3ലേക്ക് പോകും, ഒരു കുഴപ്പമില്ല പ്രോഗ്രാം. കാരണം ഈ ടെസ്റ്റ് ചെയ്യുന്ന അവിടെയാണ്. നിങ്ങൾ ആദ്യം മെഷീൻ ടെസ്റ്റ് ചെയ്യും, എല്ലാവരോടും 10 വോട്ട് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ 20 എത്രയായാലും 10 വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും നോക്കുമ്പോൾ ശരിയാണ്, മാർക്സിസ്റ്റിന് 10, കോൺഗ്രസിന് 10, BJPക്ക് 10, സ്വതന്ത്രന് 10 എന്നിങ്ങനെ വരും. അപ്പൊ നമ്മൾ സന്തോഷമായി പോയത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു നോട്ടിലാണ് പ്രശ്നം. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒന്നാമത്തെ 1 ബട്ടൺ അമർത്തിയാൽ, ഇപ്പോൾ 100 കഴിഞ്ഞാൽ 1 ബട്ടൺ അമർത്തിയാൽ നിങ്ങൾ ആദ്യത്തെ വോട്ട് ഈവൺ വോട്ട് ഓട് വോട്ട് നോക്കാം. അങ്ങനെയാണ് എളുപ്പം. ഓട് വോട്ട് എന്ന് വെച്ചാൽ 11ാമത്തെ വോട്ട് 1ലേക്ക് പോകും, 12ാമത്തെ വോട്ട് അത് 3ലേക്ക് പോകും, 13ാമത്തെ വോട്ട് 1ലേക്ക് പോകും, 14ാമത്തെ വോട്ട് 3ലേക്ക് പോകും. ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുക. അത് വളരെ സിമ്പിളാണ്. കാരണം അതിലെ ഒരു കോഡ് മാറ്റിയിട്ടാൽ മതി. അങ്ങനെ ചെയ്താൽ നമുക്കറിയില്ല. കാരണം ഈ നിങ്ങളുടെ VVPAT കറക്റ്റ് വരും, പക്ഷേ കൗണ്ടർ 3ാമത്തെ കൗണ്ടറിലേക്കാണ് പോവുക. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു മാനിപ്പുലേഷൻ ഉണ്ട്. ഇപ്പോൾ ഹൈദരാബാദ് ഇവിടെ ഹരിയാനയിലൊക്കെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തു എന്നുള്ള വാദം വളരെ നന്നായിട്ടുണ്ട്. രണ്ടാമതൊരു മാനിപ്പുലേഷൻ എക്സ്റ്റേണൽ ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ്. ഇതെല്ലാം ഇലക്ട്രോണിക്സ് ആണല്ലോ. ഇപ്പം നമുക്കറിയാലോ, ഇപ്പോൾ ഞാൻ ഈ കുത്തിയിരിക്കുന്ന മൈക്ക് മൊബൈൽ ചലിക്കാൻ തുടങ്ങി എൻ്റെ ഈ മൈക്കിൽ ശബ്ദം ഉണ്ടാവും എന്ന് വെച്ചാൽ നോയ്സ് ഉണ്ടാവും. ഈ നോയ്സ് പ്ലാന്റ് നോയ്സ് ആക്കാം, എന്നിട്ട് ഈ കൗണ്ടറിൽ നമ്പർ മാറ്റാം എന്നൊരു വാദമുണ്ട്. എന്തായാലും ഇങ്ങനെ പല സംശയങ്ങളും നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വോട്ടിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം എനിക്കറിയില്ല LDF എന്തുകൊണ്ട് അതിലൊന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ അത്ഭുതപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ LDF അഭിപ്രായം പറഞ്ഞില്ല, UDF മാത്രമാണ്. ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞ് തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇത്തരത്തിൽ ഒരു വാദം ഉണ്ടെന്നാണ് ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ എന്ത് പറയട്ടെ. ഞാൻ പറഞ്ഞ UDF ഒരു പാർട്ടി ഉണ്ടല്ലോ, ഇതിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിയല്ലേ UDF. അതുപോലെ തന്നെ LDF, അതുപോലെ BJP. എന്തുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും പരാതിയില്ല എന്നുള്ളത് എനിക്കറിയില്ല. അത് വേറെ അന്വേഷിക്കേണ്ട കാര്യമാണ്. അത് കൂടുതൽ സംശയം ഉണ്ടാക്കും. അല്ലെങ്കിൽ 3 പേർക്കും പരാതി വേണ്ടേ? ഇത് ആരാർക്ക് വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഇങ്ങനെ അറിയും. അപ്പൊ ഈ ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയായിരിക്കും ആരെങ്കിലും വിചാരിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ അതിൽ എതിർക്കില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് LDF വന്നില്ല എന്നുള്ള ചോദ്യം വേറെ നിൽക്കട്ടെ. അപ്പൊ ആ പൊതുവിലേക്ക് ഇപ്പോൾ നമ്മൾ പോകില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ഈ സ്ട്രോങ് റൂമിന്റെ അടുത്ത് ഇങ്ങനെ ഒരു കോമൺ സർവീസ് റൂം വയ്ക്കാൻ പാടില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ആ പെരിമീറ്ററിനകത്ത് വേറെ ആർക്കും പ്രവേശനമില്ല. അതുകൊണ്ടാണ് അത് CCTV വെച്ച് മോണിറ്റർ ചെയ്യുന്നത്. ആരെങ്കിലും കിടക്കുന്നുണ്ടോ, ഏതെങ്കിലും തരത്തിൽ കിടക്കുന്നുണ്ടോ, ഏതെങ്കിലും മെഷീൻ. നമ്മളൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട്, ഒരു കുട്ടിയുടെ ചെവിയിൽ ഇങ്ങനെ നോയ്സ് ഉണ്ടാക്കി ആ കുട്ടിക്ക് ഭ്രാന്താക്കുന്ന ഒരു സിനിമയുണ്ട്. ഒരു ട്വിൻസിനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു സിനിമയുണ്ട്, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് ചില എക്യുപ്മെന്റ് ഉപയോഗിച്ചാൽ ഇവന് തലയിൽ നോയ്സ് വിടാം. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻ ഏതെങ്കിലും ദൂരത്തുനിന്ന് വരാതിരിക്കാനാണ് ഇത് ചെയ്തത്, സ്ട്രോങ് റൂമിനകത്താക്കിയത്. പക്ഷെ ഇവിടെ ഇപ്പോൾ RO പറയുന്നത് ഞാൻ ആ റൂം അത് സാധനം എടുക്കാൻ മറന്നുപോയി. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പോകണമെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു തീപിടുത്തുണ്ടായിരിക്കും, ഫോർ എക്സാമ്പിൾ ഒരു തീപിടുത്തുണ്ടായി, അപ്പോഴെങ്കിലും അവിടെ പോകണമെങ്കിൽ എല്ലാ സ്ഥാനാർത്ഥിയും വിളിക്കണം. സ്ഥാനാർത്ഥികളെല്ലാം വിളിച്ചിട്ട് വേണം അവിടെ പോകാൻ. അത് വിളിച്ചിട്ടില്ല എന്നാണ് സ്ഥാനാർത്ഥി പറയുന്നത്. അപ്പോൾ ഫാത്തിമ തഹ്ലിയ പറയുന്നു, അവരുടെ ഏജന്റ് പറയുന്നു, DCC പ്രസിഡന്റ് പറയുന്നു ഞങ്ങളെ അറിയിച്ചിട്ടില്ല. ഈ മറ്റു സ്ഥാനാർത്ഥികളെ അറിയിച്ചിട്ടുണ്ടോ എന്നും അറിയില്ല. അവരതുകൊണ്ടാണോ വരാത്തത്, ഞങ്ങളൊക്കെ അറിഞ്ഞിട്ട് ചെയ്തതാണ് എന്നാണോ എന്നറിയില്ല. അപ്പം പ്രശ്നം അവിടെയാണ് ഈ സങ്കീർണത വരുന്നത്. ഞാൻ പറയുന്നത് 3 പാർട്ടികളും ഒരുപാട് സംശയിച്ചാൽ അതിൽ സങ്കീർണതയില്ല. ചില പാർട്ടികൾക്ക് സംശയമുണ്ട്. ഇപ്പോൾ ഹരിയാനയിലും ബീഹാറിലും ഒക്കെ ഉണ്ടായത് അതാണ്. ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന് സംശയം ഉണ്ടായുള്ളൂ, BJP സഖ്യത്തിനൊരു സംശയം ഉണ്ടായില്ല, BJPക്ക് ഒരു സംശയം ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മാനിപ്പുലേഷൻ എത്രത്തോളം നടക്കും? എന്തായാലും അവിടെ ഗുരുതരമായൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അത് ബോധപൂർവം ഉണ്ടായ തെറ്റാണോ അതോ ഇത് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണോ ROക്ക്, ഡെപ്യൂട്ടി കളക്ടർക്ക് എന്നൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. ഏതായാലും അവിടെ ചെന്ന് മറ്റേ മെഷീൻ്റെ ഭാഗത്തേക്കൊന്നും കിടക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ അവർ ചെയ്യില്ല എന്ന് യാതൊരു ഉറപ്പില്ല. അവിടെയാണ് പ്രശ്നം. ഒന്നും വേണ്ട, 4 മെഷീൻ മാറ്റി വെച്ചാൽ പോരെ. 4 10 മെഷീൻ, ഈ മെഷീൻ എടുത്തിട്ട് നമ്പർ ഇട്ടിട്ട് മറ്റേ മെഷീൻ മാറ്റി വെച്ചാൽ പോരെ. ഒരു കാര്യങ്ങൾ ഇത് എവിടെ ഇരിക്കണേ? ഇത് കോൾ ചെയ്ത മെഷീനല്ലേ.
ഇപ്പോൾ 550 വോട്ട് പോൾ ചെയ്ത 3 മെഷീനുണ്ട്. അപ്പം നിങ്ങളുടെ എതിരാളികൾക്ക് കൂടുതൽ വോട്ട് കിട്ടുന്ന സ്ഥലങ്ങളായിരിക്കും. അത് ഞാൻ 500 വോട്ടുള്ള അതിൽ 490 വോട്ട് എൻ്റെയും 50 വോട്ട് അവൻ്റെ ആക്കി ചെയ്താലും പോരെ. നമ്മുടെ ഇലക്ഷൻ പലതും ജയിക്കുന്ന 1000 വോട്ട് 1500 വോട്ട് 97 വോട്ടിനും 73 വോട്ടിനും വരെ ജയിച്ച ഇലക്ഷൻ ഉണ്ട്. ഇപ്പം എല്ലാ മണ്ഡലത്തിൽ ഇത് വേണമെന്നില്ല. അതാണ് ഞാൻ പേരാമ്പ്ര എന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ സംശയിച്ചത്. പേരാമ്പ്ര നെക്ക് ടു നെക്ക് മത്സരമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് എങ്ങനെ ആ പേരാമ്പ്രയിൽ എന്തുകൊണ്ട് വന്നു? അത് ആക്സിഡന്റിലാണോ? അത് എന്തായാലും അന്വേഷിക്കണം. പക്ഷെ അന്വേഷിക്കുക ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളതിന് എനിക്കൊരു തോന്നലുമില്ല. കാരണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള തൃപ്തികരമല്ലാത്ത മറുപടി പറഞ്ഞാൽ പോരാ. അയ്യോ ഞാൻ മറന്നുപോയി, അത് അവിടെ ആയിരുന്നില്ല, മറ്റേതാന്ന് അങ്ങനെയുള്ള മറുപടി പറഞ്ഞാൽ പോരാ. ആ ഉദ്യോഗസ്ഥക്കെതിരെ നടപടി എടുക്കുകയാണ് ആരായാലും. കാരണം അവർക്ക് നടപടി എടുക്കും. തെറ്റല്ലേ ചെയ്തവർ. അവർ ഭാഗത്തൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടല്ലോ. അവരെ ഡ്യൂട്ടിക്ക് നിർത്താൻ പറ്റുമോ? ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അവരെക്കുറിച്ച് സംശയമുണ്ടെന്നും സംശയത്തിന് അടിസ്ഥാനമുണ്ടെന്നും കണ്ടാൽ തെരഞ്ഞെടുപ്പ് പണിയുന്നെങ്കിൽ ആ ഉദ്യോഗസ്ഥ മാറ്റി നിർത്തണം. അത് ചെയ്യുമോ? ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യും? ഗവൺമെൻറ് നിലപാട് എന്താണ്? പേരിനാണെങ്കിൽ ഗവൺമെൻറ് കൂടി ഉണ്ടല്ലോ. ഗവൺമെൻറ് നിലപാട് എന്താണ് എന്നുള്ളതും അറിയാനാണ് രാഷ്ട്രീയ കേരളത്തിന് കൗതുകമുള്ളത്.